ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് ഞാൻ കോളിഫ്ലവർ ആണ് ഏറ്റവും കൂടുതൽ എടുത്തത്. കോളിഫ്ലവർ കട്ട് ചെയ്തിട്ട് എടുത്തു. അതിനുശേഷം വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് അതിൽ ഒരു അരമണിക്കൂറോളം തന്നെ കോളിഫ്ലവർ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ കോളിഫ്ലവർ ഏകദേശം വേവായി കിട്ടും. പിന്നെ ആവശ്യമുള്ളത് 2 ചെറിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, ഒരു 5 ബീൻസ്, ഒരു വലിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂണ്, എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരു 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ സ്പൈസസ്, പിന്നെ കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാഷ്യൂനട്ട് ഇല്ലയെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല, നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. ഞാൻ പക്ഷേ രണ്ടും ചെയ്തിട്ട് ഇത് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ ഓയിൽ ഒഴിച്ചു. ഞാൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഒഴിച്ചെടുത്തത്. അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. സ്പൈസസ് കരിഞ്ഞു പോവാതെ നോക്കണം. തീ കുറച്ച് വെച്ച് വേണം അതൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. അതൊന്ന് വഴന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ ഒന്ന് കളറൊന്നും മാറിപ്പോവാതെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മാത്രം നമുക്ക് വഴറ്റി കൊടുക്കാം. ഞാൻ ഇതിൽ ഗ്രീൻ പീസ് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ കോളിഫ്ലവർ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ് ഇടുന്ന കറി വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇത് വേറെ സ്പെഷ്യൽ ടേസ്റ്റ് കൊണ്ടിരുന്നൊരു കറിയാണ്. സാധാ എല്ലാ വെജിറ്റബിൾ കുറുമയിലും ഗ്രീൻ പീസ് ആഡ് ചെയ്യലുണ്ട്. ഇതിൽ ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇടാം, പക്ഷെ അത് ഇടാതെ തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അത് ഗ്രീൻ പീസ് ഇടുകയാണെങ്കിൽ കോളിഫ്ലവർ ഇത്രയും കൂടുതൽ ഇട്ട് കൊടുക്കണ്ട. കഴിയുന്നതും ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ചെയ്ത് നോക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് കഴിഞ്ഞതിന് ശേഷം അരിഞ്ഞു വെച്ച ഉള്ളി അങ്ങനെ നല്ല പോലെ തന്നെ ഒന്ന് വഴന്ന് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടിയാൽ മതി. നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ വെന്ത് കിട്ടുന്ന ആ ടൈം കൊണ്ട് നമുക്ക് ഉള്ളിയും കൂടി വെന്ത് കിട്ടും. ഇതിൽ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉള്ളി വഴന്ന് വരാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒരു 2 മിനിറ്റൊക്കെ അടച്ചു വെച്ചാൽ നമ്മുടെ ഉള്ളി ഏകദേശം ആയി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. കോളിഫ്ലവർ ഇപ്പോൾ ഇടുന്നില്ല, ക്യാരറ്റും പൊട്ടറ്റോയും അതുപോലെ ബീൻസും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വേവാൻ ആവശ്യമായിട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അതിൻ്റെ 1/4 വേവായതിന് ശേഷം മാത്രമാണ് ഞാൻ കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കോളിഫ്ലവർ നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചത് കൊണ്ട് തന്നെ അത് ഏകദേശം വേവായി കിട്ടിയിട്ടുണ്ട്. അതിനാലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ ക്യാരറ്റും പൊട്ടറ്റോ ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി ഞാൻ കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്. ഒരു മിനിറ്റൊക്കെ അടച്ച് വെച്ച് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുതിർത്ത് വെച്ച കാഷ്യൂ നട്ട്സ് ഒന്ന് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചെടുക്കുക. ഇതില്ലാത്തവർ ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ വെള്ളത്തിൽ കട്ടയില്ലാതെ കലക്കിയിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഞാനിത് രണ്ടും ചെയ്ത് കാണിക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് കുറച്ച് മാത്രമേ ഞാൻ അരച്ച് ചേർക്കുന്നുള്ളൂ. കാഷ്യൂ നട്ട്സ് കൂടുതലായിട്ട് ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ്. ഇതൊരു പേരിന് വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്നതാണ്. ഇനി നമ്മൾക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി
അതുപോലെ തന്നെ കോൺഫ്ലോറും കൂടി ചേർത്ത് 1 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക, ചൂടാക്കി കൊടുക്കുക. അതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തിളപ്പിക്കാനൊന്നും പാടില്ല. ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇറക്കി വെക്കാം. മല്ലിയിലയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഇറക്കി വെക്കുക. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ, വെള്ളയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ട് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബൈ.